ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഈ പുതുവർഷത്തിൽ നല്ല രുചിയും നല്ല മണവും ഉള്ള ഫേമസ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല മയമുള്ള റൈസാണ്, ഒട്ടും കുഴഞ്ഞു പിടിക്കാതെ നമുക്കിത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, ഇനി ഒരു സവാള കനം കുറച്ചരിഞ്ഞത്, ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, ഓരോ ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഒരു 2-3 പച്ചമുളകും കൂടെ ചേർക്കാം. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് തലേ ദിവസം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം. ഇനി 600 ഗ്രാം ബിരിയാണി റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ അത് കഴുകി വാരി വയ്ക്കണം. ഇനി ഒരു വലിയ പാനിലേക്ക് കുറച്ചേറെ വെള്ളം വെച്ച് അതിലേക്ക് ബേ ലീഫ്, 2-3 കഷ്ണം കറുവാപ്പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഉപ്പ് അല്പം മുമ്പിട്ട് നിൽക്കണം. അതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് ഒരു അര ഭാഗം കഴിയുമ്പോഴത്തേക്കും 3/4 ഭാഗം ആകുന്നതിന് മുമ്പ് നമുക്ക് റൈസ് കോരി മാറ്റി വയ്ക്കണം. ചിക്കൻ നമുക്ക് വേകുന്നതിന് അടുപ്പിലേക്ക് വയ്ക്കാം. ഇപ്പം നമ്മുടെ റൈസ് അര വേവ് കഴിഞ്ഞിട്ടുണ്ട്. 3/4 ഭാഗം ആകുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് കോരി വെള്ളം തോരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കന് ഒരു 3/4 വേവായി. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. വേറൊരു വലിയ പാനിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സും 1 പിടി കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സ് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത കിസ്മിസും കൂടെ ചേർത്ത് അധികം മൂത്ത് പോകാതെ തന്നെ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു വലിയ സവാള തീരെ കനം കുറച്ചരിഞ്ഞ് നമുക്കതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞ സവാള ചേർത്ത് വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോകാതെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റി വയ്ക്കണം. സൈഡിലേക്ക് മാറ്റി ഒട്ടും എണ്ണമയമില്ലാതെ തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു 3 സവാള കനം കുറച്ചരിഞ്ഞത് അതേ നെയ്യിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒരുവിധം നന്നായിട്ടൊന്ന് വഴലണം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗാർലിക് പേസ്റ്റും ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണേലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബിരിയാണി മസാലയാണ്. അതല്ലെങ്കിൽ നമ്മൾ ബിരിയാണി മസാല വെളിയിൽ നിന്ന് വാങ്ങിയാലും മതി. മസാലകൾ ചേർത്ത്
നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി അതിലേക്ക് മല്ലിയില, ഒരു പിടി മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരോട് ചേർത്ത് നന്നായിട്ട് ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ 1/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് കുറച്ച് ഗ്രേവി വേണം അടിയിൽ. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കോരി വെച്ചിരിക്കുന്ന റൈസ് നമുക്കതിലേക്ക് നിരത്തി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് പകുതി റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല വേറെ വേറെ കിടക്കുന്ന റൈസായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ ഈ റൈസിന് നല്ല മയമാണ്. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് നിരത്തി അതിന് മുകളിൽ നമ്മൾ കിസ്മിസ്, നട്ട്സ് വറുത്തതും സവാള വറുത്തതും നമുക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പൊടിയായി അരിഞ്ഞത് നമുക്കൊന്ന് വിതറിക്കൊടുക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ പാലിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കിയത് ഒന്ന് തളിച്ച് കൊടുക്കുക. ഇതിന് പകരം കുങ്കുമപ്പൂ ചാലിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം പൈനാപ്പിൾ എസൻസ് ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ വരുന്നത്. അതിന് മുകളിൽ ബാക്കി റൈസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടും വെന്ത് പോകാതെ നോക്കണം, പാകത്തിന് കോരിയെടുക്കണം. അതിന് മുകളിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കിസ്മിസ്, നട്ട്സ്, സവാള വറുത്തത്, ബാക്കി മല്ലിയില, പുതിനയില നിരത്തി കൊടുക്കാം. അല്പം പാലും കൂടെ നമുക്ക് തളിച്ച് കൊടുക്കാം. പാലും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയത് തളിച്ച് കൊടുത്ത് അല്പം പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് നമുക്ക് മൂടി ഇതുപോലെ ഒരു പഴയ തവ നന്നായിട്ട് ചൂടാക്കി അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല മണമുള്ള നല്ല മയമുള്ള റൈസാണിത്. തയ്യാറാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മയം വന്ന നല്ല ഫ്ലേവറുള്ള ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. എല്ലാവർക്കും പുതുവർഷം ആശംസിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.